വിജയൻ വരച്ച വരയിലോ വിജയിച്ചവരെല്ലാം എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തായി ചർച്ച ചെയ്യുന്നത്. ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാകും ഒരു പൊതുവായി ഉയർന്നിരിക്കുന്ന വിമർശനം. അത് മുഖ്യമന്ത്രി എല്ലാവരെയും പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. സ്വന്തം പാർട്ടിയിലെ ആളുകളെ ആയാലും ഘടകകക്ഷികളിലെ ആളുകളെ ആയാലും മന്ത്രിമാരെ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതൊരു വ്യാജ പ്രചാരണമാണോ അതോ കർക്കശക്കാരനാണ്, ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതൊക്കെ മുൻപ് അറിയുന്നതാണ് പിണറായിയെ പറ്റി. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ആ രൂപത്തിലും അത് പ്രകടമാകുന്നുണ്ടാകുമെന്ന് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നതുമാണ്. അങ്ങനെ ഒരു സത്യമില്ലേ? ഇല്ല, ഇപ്പോൾ ഈ പറയുന്നതിനകത്ത് യാതൊരു അടിസ്ഥാനമില്ലെന്നാണ് എൻ്റെ അനുഭവം. മുഖ്യമന്ത്രി ഒരാളെയും ഭീഷണിപ്പെടുത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എനിക്കൊക്കെ ആണെങ്കിൽ നല്ല സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് താനും. എന്ന് മാത്രമല്ല, നമ്മളുടെ പ്രവർത്തനങ്ങളെ നന്നായി സഹായിക്കുന്നതിൽ മുഖ്യമന്ത്രി ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി ആരെങ്കിലും വരട്ടുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ പറയുന്നത് നമ്മളെല്ലാം കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രചാരവേലയാണ്. ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, മന്ത്രിമാർ സംസാരിക്കുന്ന വിധം കേട്ടാൽ അത്രമാത്രം വിനീത വിധേയത്വം അവരുടെ വാക്കുകളിൽ നിന്ന് വരികയാണ്. മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് ഒരൊറ്റ ഉദാഹരണം പറയാം. നമ്മുടെ തുറമുഖ മന്ത്രിയെ കൊണ്ടൊന്ന് സംസാരിപ്പിക്കാൻ നോക്കിയാൽ മതി. ഈ അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെറുതെയാണെന്ന് തോന്നും. അദ്ദേഹം സ്വയം നിങ്ങളെയൊക്കെ ഒറ്റുകൊടുക്കുന്ന രൂപത്തിൽ എല്ലാം അങ്ങ് പുറത്ത് വിടുകയാണ്. പിണറായി വിജയനോടുള്ള വിധേയത്വം, പിണറായി വിജയൻ്റെ ഇംഗിതാനുസരണമായി മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്ന പരിമിതിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഒക്കെ അങ്ങ് പ്രകടമാവുകയാണ് സാർ. ഇല്ല, അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ ഇങ്ങനെ താഴ്ന്നാണ് സംസാരം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. അത് അദ്ദേഹം ഇങ്ങനെ പിണറായി വിജയനോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെയെന്നുള്ളതല്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചാലും വളരെ വിനയപൂർവ്വം, ഓരോരുത്തരോട് ഏതൊരു സാധാ മനുഷ്യനോട് സംസാരിച്ചാലും വളരെ വിനയപൂർവ്വം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ടാണ് സംസാരിക്കുന്നതെന്ന് കരുതുന്നത് ഒരടിസ്ഥാനം. പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം, അതായത് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ബോധിപ്പിച്ച മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് ഫയൽ കൂമ്പാരമാണ് എന്ന്. അങ്ങയുടെ അടക്കം ഓഫീസുകളിൽ നിങ്ങൾക്കൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളിലും മുഖ്യമന്ത്രിയുടെ തീരുമാനം വരാൻ വൈകുന്നതുകൊണ്ട് ഇതെല്ലാം കെട്ടിക്കിടക്കുകയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ തന്നെ അവിടെ ബാക്കി മാറ്റിവെച്ചിരിക്കുന്ന ജീവിതങ്ങളുടെ എണ്ണം എടുത്താൽ അത് വലിയ സംഖ്യയാകുമെന്ന്. ഇല്ല, ഫയലുകൾ അത്യാവശ്യമൊക്കെ എല്ലാം അപ് ടു ഡേറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് വിധേയമായി ഏതെങ്കിലും ഒരു ഫയൽ കെട്ടിക്കിടക്കുന്നു എന്ന അനുഭവം എൻ്റെ വകുപ്പിൽ എന്തായാലും ഇല്ല. എല്ലാം കൃത്യമായി ഞാൻ കൊടുക്കുന്ന ഫയലുകളൊക്കെ കഴിയുന്നത്ര വേഗം അദ്ദേഹം ഒപ്പിട്ട് തരാറുണ്ട്. എന്ന് മാത്രമല്ല, മന്ത്രിസഭയുടെ റാറ്റിഫിക്കേഷന് വിധേയമായി മുൻകൂറായി പോലും ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് ഉദാഹരണമാണ് കശുവണ്ടി ഫാക്ടറിയുടെ കാര്യത്തിൽ മുൻകൂറായിട്ടാണ് അദ്ദേഹം എനിക്ക് ഒപ്പിട്ട് തന്നത്. പിന്നീടാണ് ക്യാബിനറ്റ് റാറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് ഒരടിസ്ഥാനമില്ലെന്നാണ് എൻ്റെ ബോധ്യം. വളരെ കൃത്യമായി നമ്മളെ സഹായിക്കുകയും നമുക്ക് പ്രവർത്തിക്കാനുള്ള സൗകര്യം പൂർണ്ണമായി എല്ലാവർക്കും ഉണ്ട്. എനിക്ക് മാത്രമല്ല, മുഴുവൻ ആളുകൾക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളെല്ലാം സഹായിക്കുന്ന കൂട്ടുത്തരവാദിത്വത്തിന് നേതൃത്വം കൊടുക്കുന്നതാണ് മുഖ്യമന്ത്രി എന്നതാണ് 3 മാസക്കാലത്തെ ഞങ്ങളുടെയൊക്കെ അനുഭവം. പ്രതിപക്ഷം ഒരു വ്യാജ പ്രചാരണമാണോ നടത്തുന്നത്? ഇന്ന് രമേശ് ചെന്നിത്തല പറയായിരുന്നു എല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനമാണ് ഈ കാലഘട്ടത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തത്. കാരണം ഇത് വികേന്ദ്രീകരണത്തിൻ്റെ കാലമാണ്. അധികാര കേന്ദ്രീകരണം പോലും ഗവൺമെൻറ് നടപടികൾ മെല്ലെപ്പോക്കാകുന്നു. നിഷ്ക്രിയതയുടെ തടവറയിലായിരിക്കുന്നു ഈ സർക്കാർ. ഇതൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നത് പിണറായിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വാദഗതിയുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ സ്വന്തം അനുഭവം നേർവിപരീതമാണെന്നാണ് പറയുന്നത്. വേണു, ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ സാർവത്രികമായിട്ട് ഈ നാടൻ പട്ടി ഇറങ്ങി ശല്യം ഉണ്ടാക്കുക. പട്ടി കടിച്ച് ഒരു പാവപ്പെട്ട വീട്ടമ്മയെ കൊന്നു. ഞാനൊരു മന്ത്രിയുടെ പ്രതികരണം കേട്ടു. മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ട് അതിൻ്റെ ബാക്കി നടപടികളെക്കുറിച്ച് പറയാമെന്ന്. ഞാൻ ചോദിച്ചാൽ, പട്ടി കടിക്കുന്ന കാര്യം പോലും മുഖ്യമന്ത്രിയോട് ആലോചിച്ചിട്ട് ഒരു മന്ത്രിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ഒരിക്കലും. അതിൻ്റെ എന്ത് സ്വാതന്ത്ര്യമാണുള്ളത്? പാഠപുസ്തക വിതരണത്തെക്കുറിച്ച് ഒരു മന്ത്രിയുടെ പ്രതികരണം ഞാൻ കേട്ടത് മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് പറയാമെന്ന് പറയുന്നു. ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. അത് മേഴ്സിക്കുട്ടി തന്നെ പ്ലീഡിങ് ഗിൽറ്റി എന്നുള്ള നിലയിൽ ആ കാര്യം ഇവിടെ അവതരിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ മന്ത്രിമാർക്കെല്ലാം അമിത വിധേയത്വം ഉണ്ട് എന്നുള്ള തോന്നലുണ്ടാക്കത്തക്ക വിധത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഈ 100 ദിവസത്തിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായി ഒന്നും ഉണ്ടായിട്ടില്ല.
ഒരു മന്ത്രിയും അതിന് വ്യത്യസ്തമായി പറഞ്ഞിട്ടില്ല. സ്വന്തമായി നടപടികൾ എടുക്കും, ഞാൻ ഇന്ന തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് ആരും പറഞ്ഞിട്ടില്ല. ശ്രീ AK ശശീന്ദ്രൻ ഒരു കീഴുദ്യോഗസ്ഥനും തമ്മിൽ തർക്കമുണ്ടായി. എന്താ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്തായിരുന്നു? മുഖ്യമന്ത്രിയോട് ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാം. ഞാൻ 3 ഉദാഹരണങ്ങൾ എടുത്തെടുത്ത് ഇവിടെ പറഞ്ഞു. വ്യത്യസ്തമായി എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? അപ്പോൾ ഈ കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഈ ചിന്ത, അത് മന്ത്രിമാർ തന്നെ ഉണ്ടാക്കിയ ചിന്തയാണ്, ഞങ്ങളായിട്ടുണ്ടാക്കിയതല്ല. അത് മറ്റാരും ഉണ്ടാക്കിയല്ല, മാധ്യമങ്ങൾ ഉണ്ടാക്കിയതല്ല. ഇവരുടെ തന്നെ പെരുമാറ്റവും ഇവരുടെ തന്നെ പരസ്യ പ്രസ്താവനയും അതാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാകാൻ കാരണം. പിന്നെ ഫയലുകളുടെ കണക്ക് ഇപ്പോൾ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഇപ്പോൾ എന്ത് പറഞ്ഞാലും ശരി, ഇപ്പോൾ ഇന്ന് വിവരാവകാശം അനുസരിച്ച് ചോദ്യം ചോദിച്ചാൽ കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ കണക്ക് കേരളത്തിലെ ഏത് കൊച്ചുകുട്ടിക്ക് പോലും കിട്ടും. അപ്പോൾ ഫയലുകൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്, അതിൻ്റെ സ്പീഡ് പോരാ എന്നുള്ള യാഥാർത്ഥ്യമാണ്. എവിടെയാണ് കെട്ടിക്കിടക്കുന്നത് എന്നുള്ളത് വിവരാവകാശം അനുസരിച്ച് ജനങ്ങൾക്ക് കിട്ടാൻ അർഹതയുണ്ട്. അപ്പോൾ അതാണ് ഭരണത്തിൻ്റെ നിശ്ചലത. ആ ഭരണത്തിൻ്റെ നിശ്ചലത ഇതിൻ്റെ മുഖമുദ്രയാണ്, അതൊരലങ്കാരമാണ് എങ്കിൽ ഞാൻ വിമർശിക്കുന്നുമില്ല. ശരി, ശ്രീ വി മുരളീധരൻ, ഈ പോയിന്റിൽ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം നമ്മുടെ കേന്ദ്രത്തിലെയും സംസ്ഥാനത്തെയും ഭരണങ്ങൾ തമ്മിൽ ഒരു താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് അല്ലല്ല ഞാൻ പറയാം, PMO എന്ന് പറയുന്ന ഒരു സംവിധാനം പണ്ട് മുതലേ ഒരു വലിയ കേന്ദ്രമാണ്. PMO പല കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് പ്രൈം മിനിസ്റ്റർക്ക് ഉപദേഷ്ടാക്കളും ബാക്കിയുള്ളതൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മളെ കേരളത്തിൽ ഒരിക്കലും തന്നെ CMO എന്ന് പറയുന്നൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫലത്തിലൊരു CMO ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാധ്യമ ഉപദേഷ്ടാവ്, നിയമ ഉപദേഷ്ടാവ്, സാമ്പത്തിക ഉപദേഷ്ടാവ്, നിയമത്തിന് ഒരു ഇതിൽ അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട്. ഇതിന് പുറമേ ഒരു നിയമോപദേഷ്ടാവിനെ നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ അത് ഒഴിഞ്ഞു പോകേണ്ടി വന്നു. സാമ്പത്തിക ഉപദേഷ്ടാവ്, ധനകാര്യ വകുപ്പിന് ഒരു വളരെ പ്രഗത്ഭനായിട്ടുള്ള സാമ്പത്തിക അദ്ദേഹം തന്നെ പറയുന്നത് ഒരു പ്രൊഫഷണൽ എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ആൾ, ആസൂത്രണ ബോർഡുണ്ട്, അങ്ങനെയുള്ള ഒരാൾ ഉണ്ടായിരിക്കെ ഇത് നിശ്ചയിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എല്ലാ കാര്യങ്ങളുടെയും കേന്ദ്രമായിട്ട് മാറുന്ന സ്ഥിതി. ഇപ്പോൾ ഭീഷണിപ്പെടുത്തി എന്നൊന്നും ആരും പറയുന്നില്ല. കാരണം ഒരു മുഖ്യമന്ത്രി മന്ത്രിമാരെയൊന്നും ഭീഷണിപ്പെടുത്താനും സാധ്യതയില്ല. അഥവാ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിക്ക് അത് പരസ്യമായിട്ട് പറയാനും പറ്റില്ല. അപ്പോൾ ഭീഷണിപ്പെടുത്തുകയല്ല. പക്ഷേ ഇതെല്ലാം ഇവിടെ സംവിധാനങ്ങൾ പാരലലായിട്ടുണ്ട്. നിങ്ങളൊന്നും ഇതെല്ലാം നേരിട്ട് അങ്ങ് തീരുമാനിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ സ്വാശ്രയ കോളേജിന്റെ വിഷയത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് അത് തന്നെയാണ്, മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ട് തീരുമാനം. അതിലേക്ക് വരാം. എനിക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട, സമയക്കുറവുണ്ടെങ്കിലും ഇടവേളയ്ക്ക് പോകുമ്പോൾ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, പിണറായി വിജയന് ബോധ്യപ്പെടണ്ടേ? അദ്ദേഹം മുഖ്യാധികാരിയാണ്, മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിക്കുന്നത് ജനകീയാധികാരത്തെയാണ്, പരമാധികാരത്തെ അല്ല എന്ന്. അത് ബോധ്യപ്പെടുത്താൻ ചുമതലപ്പെട്ടവരാണ് ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ളവർ. അല്ല വേണു, അദ്ദേഹം ഒരു പരമാധികാരത്തിലേക്കൊക്കെ നീങ്ങുന്നു. നിങ്ങളൊരു 3 മാസം കൊണ്ടൊക്കെ എങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റും? ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു ധാരണ, മന്ത്രിമാരെ ഒന്നും ഭീഷണിപ്പെടുത്തുന്നു എന്നും പറയാനൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ശ്രീ മുരളീധരൻ പോലും അത് ഭീഷണിപ്പെടുത്തുന്നതായിട്ട്. പക്ഷേ നല്ല യുക്തിഭദ്രമായി പറഞ്ഞത് മന്ത്രിമാരുടെ പ്രതികരണത്തിൽ അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തു നിന്ന് കാണുന്ന തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം, അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നുണ്ട് ഇവിടെ. അത് മുഖ്യമന്ത്രിയിലേക്ക്. ഇവിടെ മറ്റു മന്ത്രിമാർക്ക് മുഖമില്ല, മറ്റു മന്ത്രിമാർക്ക് ശബ്ദമില്ല. അവരുടെ ശബ്ദം പുറത്തു വേണമെങ്കിൽ അവർ വിവാദം ഉണ്ടാക്കണം. ഈ നിലവിളക്കിൻ്റെ വിവാദം ജി സുധാകരൻ ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന് ശ്രദ്ധ കിട്ടാനാവാം. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് അങ്ങനെ ഒരു മന്ത്രി ഉണ്ടെന്ന് അറിയുന്നത് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണമെന്ന് പറയുമ്പോഴാണ് അങ്ങനെ കേന്ദ്രീകരിക്കപ്പെടുന്നു. കണ്ണൂർ ലോബിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. മന്ത്രിമാർക്ക് അവരുടേതായ ഒരു ശബ്ദം, ഞാൻ ചോദിച്ചോട്ടെ, ഏത് ഗവൺമെൻറ്റും ആ ഗവൺമെൻറ്റിനെ നാട്ടുകാരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അത് ഗവൺമെൻറ് എന്തു ചെയ്യുന്നു എന്നുള്ള ഗവൺമെൻറ് എന്തു ജനങ്ങളറിയണം. ഇവിടെ ഗവൺമെൻറ്റിനെ ഇവിടെ നടക്കുന്ന എന്താ, ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്നും കാഴ്ചയിൽ നിന്നും മാറ്റുകയാണ്. അതായത് വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ ഈ പിണറായി വിജയനാണ് നേരത്തെ ഉമ്മൻചാണ്ടിയെ ശകാരിച്ചത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ, അജണ്ട തീരുമാനങ്ങളൊക്കെ വിവരാവകാശ നിയമം സർക്കാർ എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു അന്ന് മെത്രാൻ കായൽ പോലുള്ളൊരു പ്രശ്നം വന്നപ്പോഴാണ്. ഇപ്പോൾ ഇവിടെ സാധാരണഗതിയിൽ പോലും ഇവിടെ മാധ്യമങ്ങളും കോടതിയുമായുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ ഫലപ്രദമായിട്ട് ഇടങ്ങാൻ കോടതിയാണ് സമ്മതിച്ചു. പക്ഷേ
ഒരു നമുക്കറിയാം ക്യാബിനറ്റ് ബ്രീഫിംഗ് ഒന്നും വേണമെന്നില്ല. പക്ഷേ എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിക്കുന്നത്? ഈ ഗവൺമെൻറ് ഇതുവരെ കുഴപ്പത്തുണ്ടാക്കിയ എന്താ? വിവാദങ്ങളാണ്. നേരത്തെ ശ്രീ മുരളീധരൻ പറഞ്ഞു, ഒരു മിനിറ്റ് ഉണ്ടോ, ഉപദേഷ്ടാക്കളുടെ കാര്യത്തിൽ പറഞ്ഞു. എനിക്കതിൽ എം കെ ദാമോദരൻ്റെ ഉപദേഷ്ടാവാണ് പ്രശ്നമായത്. ഈ ഗീതാ ഗോപിനാഥിൻ്റെ ഉപദേഷ്ടാവ് ഇന്ന് ലോകം അംഗീകരിച്ചതാണ് ഈ ലിബറലൈസേഷൻ. അതിന് ആധികാരികമായി അതേക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരാളിൻ്റെ ഉപദേശം പ്രയോജനപ്പെടുത്താമെങ്കിൽ പ്രയോജനപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ മുല്ലപ്പെരിയാർ പോലുള്ള പ്രശ്നങ്ങളിൽ പോലും ഈ ഗവൺമെൻറ്റിന് ഒരു കാഴ്ചപ്പാടോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് മുല്ലപ്പെരിയാറിൽ ഒരു ഡാം വേണ്ട, അത് സുരക്ഷിതമാണെന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ വാദത്തോട് ചേർന്ന് ഇത്തരം വിവാദങ്ങൾ, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ ഗവൺമെൻറ്റിനെ ഒരു കുഴപ്പത്തിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ശോഭ കെടുത്തിയ ചില കാരണങ്ങളെന്നാണ് എനിക്ക് വിലയിരുത്താറുള്ളത്. ശരി, സൂപ്പർ പ്രൈം ടൈമിൽ ഒരു ഇടവേള കൂടി. അവസാനമായി സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യാനിരിക്കുന്നത് മെഡിക്കൽ മേഖലയിൽ സർക്കാർ മുടന്തിയോ? ഇടവേളയ്ക്ക് ശേഷം.